ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനം തരുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടി? ഞാൻ പറയും, ഇതൊന്നുമല്ല. നിങ്ങൾ ജോലി ചെയ്യുന്നത് കുറച്ച് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന്. നിങ്ങൾക്ക് നെറ്റിച്ചുളിയുമായിരിക്കും. ഞാൻ വിശദീകരിക്കാം. നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ചാൽ പിന്നീട് അങ്ങോട്ട് ലോണുകളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകില്ലേ? ടൂ വീലറിനൊരു ലോണ്, കാറുകൾക്കൊരു ലോണ്, അല്ലെങ്കിൽ വീട് വയ്ക്കാനൊരു ലോണ്, വീടിന് അപ്സ്റ്റെയർ ഉണ്ടാക്കാനൊരു ലോണ്, ടൂറിന് പോകാനായിട്ടൊരു ലോണ്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊരു ലോണ്, കുട്ടികളുടെ വിവാഹത്തിനൊരു ലോണ്. അപ്പോൾ ഈ ലോണുകൾ അടച്ചു വീട്ടാനല്ലേ നിങ്ങളുടെ പ്രൊഡക്റ്റീവ് ഇയേഴ്സ്, അതായത് നിങ്ങൾ വരുമാനം കൊണ്ടുവരുന്ന ആ വർഷങ്ങൾ മുഴുവൻ നിങ്ങൾ ചെലവഴിക്കുക? അപ്പോൾ നിങ്ങളുടെ അധ്വാന ഫലം അങ്ങോട്ടല്ലേ പോകുന്നത്? ഒടുവിൽ നിങ്ങളുടെ വരുമാനം നിങ്ങളോട് യാത്ര പറഞ്ഞ് നിങ്ങൾ തനിച്ചാകുമ്പോൾ, അതായത് ഇത്രയും കാലം താങ്ങും തണലുമായി നിഴലായി നിങ്ങളുടെ കൂടെ നിന്നിരുന്ന നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ ഏത് ഇഷ്ടവും സാധിച്ചു തന്നിരുന്ന ആ വരുമാനം, അത് യാത്ര പറഞ്ഞു പോയിട്ട് നിങ്ങൾ തനിച്ചാവുന്ന ആ നിമിഷം, അപ്പോൾ ആണ് നിങ്ങൾ ചിന്തിക്കുക, ഇത്രയും കാലം ഞാൻ ജോലി ചെയ്തു, ഞാൻ എന്ത് നേടി? അപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും, നിങ്ങൾ കുറച്ച് ധനകാര്യ സ്ഥാപനങ്ങളെ വളർത്തി എന്ന്. കാരണം ഇത്രയും കാലം പലിശ ഇനത്തിൽ ആ സ്ഥാപനങ്ങൾക്ക് ഒരു വലിയ തുക ലഭിക്കുന്നുണ്ടായിരുന്നു. അത് അവരുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് ഇതിനുള്ള പരിഹാരം? ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്, നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന ആ സമയത്ത് നിങ്ങൾ അതുവരെ വായ്പകൾക്ക് വേണ്ടി അല്ലെങ്കിൽ വായ്പകളുടെ തിരിച്ചടവുകൾക്ക് വേണ്ടി അടച്ച മുഴുവൻ തുകയും നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയാണെങ്കിലോ? നിങ്ങൾ പറയും, ഇതൊക്കെ പ്രായോഗികമാണോ? അറബിക്കഥകളിൽ മാത്രമല്ലേ ഇതൊക്കെ ഉണ്ടാകുള്ളൂ? അറബിക്കഥകളിലല്ല. ഇനി ഭൂതത്തെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. നിങ്ങൾ ചെയ്യേണ്ടത്, ഏതായാലും നിങ്ങൾക്ക് കുറേ ലോണുകളുണ്ട്. അതെല്ലാം കാറിനും വീടിനും ടൂറിനും ടൂ വീലറിനും അങ്ങനെയുള്ള ഓരോ സംഗതികൾക്ക് വേണ്ടിയാണല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഒരു ലോൺ കൂടി എടുക്കുക. ഏതായാലും ഇത്രയും ലോൺ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു ലോൺ കൂടി. പക്ഷേ ഈ ലോണ് നിങ്ങൾ നേരത്തെ ലോൺ എടുത്ത ആ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കരുത്. ഇവിടെ ലോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ തിരിച്ചടവുകളായിട്ട് അടയ്ക്കേണ്ട, അതായത് എല്ലാ ലോണുകൾക്കും വേണ്ടി പലിശ സഹിതം അടയ്ക്കേണ്ട. കാരണം പലിശ തന്നെ നിങ്ങളുടെ ലോണുകളുടെ 2 ഇരട്ടിയോളം വരും. അപ്പോൾ പലിശ സഹിതമുള്ള ആ മൊത്തം തുകയ്ക്ക് തുല്യമായ ഒരു ഇൻഷുറൻസ് പോളിസി, അല്ലെങ്കിൽ മച്യൂരിറ്റി ആയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അകാല മരണം വന്നാലോ ലഭിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഇൻഷുറൻസ് പോളിസി, LIC പോളിസി നിങ്ങൾ ആരംഭിക്കുക. അത് നിങ്ങളുടെ കപ്പാസിറ്റിക്കും നിങ്ങളുടെ താല്പര്യങ്ങൾക്കും ടേസ്റ്റുകൾക്കൊക്കെ അനുസരിച്ച് ഒരുപാട് പോളിസികളുടെ സെലക്ഷൻ LICയിലുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാം. എന്നിട്ട് നിങ്ങൾ ഏറ്റവും ആദ്യമേ നിങ്ങളുടെ കയ്യിൽ ആ വരുമാനം വരുന്ന ആ നിമിഷം നിങ്ങൾ LICയുടെ ഈ പോളിസിയുടെ അടവ്, അതായത് നിങ്ങൾക്ക് വേണ്ടി എടുത്ത ലോണിൻ്റെ അടവ് നിങ്ങൾ അടയ്ക്കുക. ഈ ലോണ് നിങ്ങളോട് പലിശ ചോദിക്കില്ല. പകരം ഈ ലോണ് നിങ്ങൾക്ക് പലിശ തരും. അത് നിങ്ങളുടെ പോളിസി അക്കൗണ്ടിൽ വരുമാനമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അവസാനം വരുമാനം യാത്ര പറഞ്ഞ് നിങ്ങളെ തനിച്ചാക്കി പോകുമ്പോൾ
നിങ്ങൾ തനിച്ചല്ല എന്ന് പറഞ്ഞ് LICയുടെ ഈ മച്യൂരിറ്റി എമൗണ്ട് നിങ്ങളുടെ താങ്ങും തണലുമായി ഒപ്പമുണ്ടാകും. നിങ്ങൾക്ക് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയും, ഞാൻ ഇനിയും തനിച്ചല്ല. എൻ്റെ സഹായത്തിന് എൻ്റെ നിഴലായിട്ട് ഇവിടെ ഈ ഒരു ഇൻഷുറൻസ് തുകയുണ്ട് എന്ന്. എന്താ, കൊള്ളാമോ ഈ പരിപാടി? നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എൻ്റെ പേര് ജോസ് കാച്ചപ്പള്ളി. എൻ്റെ ഫോൺ നമ്പർ 9446666787 9074032280. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.